ഗൈസ്, ഞങ്ങൾ ലാസ്റ്റ് ഡേ ആയിട്ട് ലുലു മോളിൽ പോവാം. അവിടെ എന്താന്ന് കാണണമല്ലോ. ലെറ്റ്സ് സീ. ലാസ്റ്റ് ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഈ ഓഫറില്ലേ 7-ാം തീയതി വരെയുള്ള ലുലു മോളിൽ 50% ഓഫർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ബാക്കി അവിടെ വെച്ച് കാണാം. ബൈ. ഇതാണ് ഫൈനൽ ലുക്ക് മുടിയുടെ. എപ്പിടി ഇருக்கு? ഹലോ ഗൈസ്, ഞങ്ങൾ ലുലുവിൽ പോവാണ്. അവൾ റെഡി ആയിട്ടില്ല, അതുവരെ ഞാൻ പോസ്റ്റാണ്. സോ സംസാരിക്കാമെന്ന് വിചാരിച്ചു, സംസാരിക്കുന്നു. എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? എന്റെ ന്യൂ ഹെയർ സ്റ്റൈൽ പെട്ടെന്ന് തോന്നി ഇതാണ് നല്ലതെന്ന്. അറിയാവോ, ഇതെന്നെ കണ്ടാൽ +2 അല്ലേ? അല്ല 10. അത് മതി. എപ്പിടി ഇருக்கு എന്റെ മുടി? ഞങ്ങൾ പോവുകയാണ്. ബൈ പറ. അങ്ങനെ ഞങ്ങൾ ലുലു മാളൊക്കെ എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കാണ്, അത്യാവശ്യം തൃശ്ശൂർ പൂരം തന്നെയെന്ന് പറയാം. അതേപോലെ തിരക്കുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു സാധനം എടുത്താലും ബില്ലടിക്കണമെങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ ക്യൂ നിന്നാലേ നമുക്ക് സാധനം ബില്ലടിച്ച് കിട്ടുള്ളൂ. അതുകൊണ്ട് ഏതാ എടുക്കേണ്ടതെന്ന് എടുത്താലും ക്യൂ നിന്നിട്ട് വേണം, നമുക്ക് നല്ല ക്യൂ നിന്നിട്ട് വേണം സംഭവം കിട്ടണമെങ്കിൽ. സോ എന്താ എടുക്കുക? നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ചപ്പൽസൊക്കെ അവിടെ ഉണ്ടായി. പക്ഷേ ക്യൂ കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂസ്ഡായി. അപ്പോൾ ഞാൻ അവിടുത്തെ റേറ്റുകളൊക്കെ കാണിച്ചു തരാം. ഓരോ ഐറ്റത്തിൻ്റെയും അത് റേറ്റും ഓഫും കാര്യങ്ങളൊക്കെ. ഓഫറൊക്കെ കഴിഞ്ഞു. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഓരോന്നിൻ്റെ റേറ്റൊക്കെ കാണിച്ചു തരാം, എങ്ങനെയൊക്കെയാണ് ഓഫ് കാര്യങ്ങളൊക്കെ എന്ന്. എനിക്ക് ഈ കോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പോയി ചുമ്മാ അതിൻ്റെ ഓഫ് റേറ്റൊക്കെ പോയി നോക്കിയതാട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. വിചാരിച്ച പോലെ നല്ല ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ ചുമ്മാ നോക്കിയതാണ്. അപ്പോഴത്തെ 2K സംതിങ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ വെച്ചു. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പായിരുന്നു. അങ്ങനെ ഓരോന്നിൻ്റെ ഇങ്ങനെ റേറ്റ് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഈ ഡ്രസ്സ് എന്താ പറയുക, ഇഷ്ടപ്പെട്ടിട്ട് അവിടെ വെക്കാനും തോന്നുന്നില്ല. നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞങ്ങൾ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നോക്കാം. പിന്നെ ഞങ്ങൾ പോയത് ബാഗിൻ്റെ സെക്ഷനിലേക്കാണ്. ചുമ്മാ അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ചുമ്മാ റേറ്റൊക്കെ നോക്കാൻ വേണ്ടി വീണ്ടും ഇട്ട് നോക്കുന്നു. പാർട്ടി ഷോ കാണിക്കുന്നു. അങ്ങനെ അതൊക്കെ അവിടെ വെച്ച് ഞാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ഓഫ്. ഒരു സംഭവം ഉണ്ടായിരുന്നവിടെ. അപ്പോൾ ഞാനപ്പോൾ അവിടെയും കയറി നോക്കി. ഇത് ഫുൾ ലെഹങ്ക, സാരി, ആ സെറ്റൊക്കെയാണ്. ഓഫറുകളൊക്കെ കാണുന്നത് ഇവിടെ വലിയ തിരക്കുണ്ടായില്ല കേട്ടോ ഈ ഭാഗത്ത്. പക്ഷേ എല്ലാ സ്ഥലത്തും ബില്ലിങ്ങിൻ്റെ അവിടെയാണ് നല്ല തിരക്ക് കണ്ടത്. അതുകൊണ്ട് ഒന്നും എടുക്കാമെന്ന് നമുക്ക് തോന്നുന്നില്ല. സംഭവങ്ങളൊക്കെ ഓഫറുണ്ട്, പക്ഷേ ക്യൂ നിന്ന് നമ്മൾ ബില്ലടിച്ച് പരിപാടിയാണ്. ഓഫർ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി. പക്ഷേ തിരക്ക് കാരണം ആൾക്കാരൊക്കെ നോക്കുന്നു. പിന്നെ മെയിനായിട്ട് ഞാൻ ചപ്പലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ചപ്പലായിരുന്നു ആവശ്യം. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി. നല്ല തിരക്കുണ്ടാകുന്നു. അത് കഴിഞ്ഞതാ നമ്മുടെ ഫുഡിൻ്റെ സെക്ഷൻ നല്ല ഓഫറുണ്ട്. പക്ഷേ പിന്നെ ഞങ്ങൾ ലൈം ഓടിക്കാൻ വേണ്ടി കയറി.
പിന്നെ അതാ നേരെ ഞങ്ങൾ ബസ് കയറി മറൈൻ ഡ്രൈവ് പോവുകയാണേ. മറൈൻ ഡ്രൈവ് മീൻസ് ബ്രോഡ്വേ. ഇനി കുറച്ച് നേരം ബ്രോഡ്വേയിൽ തെണ്ടാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിതാ ബസ്സൊക്കെ കയറി. ഈവനിങ് ടൈമായപ്പോൾ ഞങ്ങളിതാ അങ്ങനെ ബ്രോഡ്വേയിലൊക്കെ എത്തി. അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനായിട്ട് നേരെ പാനിപ്പൂരി, എവിടെ കണ്ടാലും പാനിപ്പൂരി ഭ്രാന്തുള്ള കാരണം പാനിപ്പൂരിയും ബേൽപൂരിയൊക്കെ കഴിച്ചു. അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ച് ചെറിയൊരു വിശപ്പ് മാറ്റാമെന്ന് വിചാരിച്ച് ബേൽപൂരിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് എവിടെ പോയാലും എനിക്ക് ഞാൻ സ്ഥിരം മറൈൻ ഡ്രൈവ് വന്ന് ഈ അപ്പൻ്റെ ഈ നാട്ട വാങ്ങാറ്. എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റ്. എനിക്ക് വേറെ എവിടെയും വിശ്വസിച്ച് കഴിക്കാൻ ധൈര്യമില്ല. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തോന്നണം. പക്ഷേ ഈ അപ്പൻ്റെ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൺഫേം ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് എപ്പോഴും വാങ്ങി കഴിക്കാറ്. അതൊക്കെ കൊണ്ട് ഞങ്ങൾ നേരെ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ എന്നിട്ട് നേരെ തിരിച്ചു വന്നു. ഞങ്ങൾ കല്ലൂരെത്തി. അപ്പോൾ അതാ അവിടെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെത് കണ്ടു. അങ്ങനെ അത് കഴിച്ചു. 60 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ബൈ.